Hi everyone, welcome back. Hope you all are doing great. ഇന്നത്തെ വീഡിയോ വീക്കെൻഡിലെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തേഴ്സ്ഡേ ഫ്രൈഡേ ഞങ്ങളുടെ അവിടെ ക്ലബിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ക്ലബ് കാർണിവൽ എന്നാട്ടോ പറയാം. ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ നേഷനിലുള്ള ആൾക്കാർ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു സ്റ്റാൾ പോലെ ഇട്ടിട്ടുണ്ടാവും. നാട്ടിലുള്ള പോലെ തന്നെ, പക്ഷെ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. കിഡ്സിന് പ്ലേ ഏരിയ, ലൈവ് ഫുഡ് കൗണ്ടർ, പിന്നെ ഓരോരോ നേഷൻ്റെ പാരഡൊക്കെ ഉണ്ടാവും. അതിൽ അറബ്സ്, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പിന്നെ ഇതൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാണ്. ഈവനിങ് ഒരു 4 to 10 വരെയാണ് തോന്നുന്നു ടൈം. കുറേ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വെറൈറ്റി ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് ഇത് മലേഷ്യൻ്റെ പാരഡാണ്. അവരുടെ ഫ്ലാഗും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവരുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കുറേ ഫ്ലവറൊക്കെ ആയിട്ട്. അടുത്ത വരുന്നത് സ്ക്വിഡ് ഗെയിം തീമിലാണ്. അപ്പോൾ തന്നെ അറിയാലല്ലേ, അത് കൊറിയൻ്റെ പാരഡാണത്. ഇത് ഇന്ത്യൻ്റെ പാരഡ്. മലയാളീസാണ് അധിക പേരും. അപ്പോൾ മാവേലി, പുലിക്കളി, കഥകളി, ആ ഒരു തീമിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യൻ ഫുഡ് കൗണ്ടറിൽ കേരള സ്പെഷ്യൽ ഫുഡും പിന്നെ ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കണ്ട് കുറേ നടന്ന ടൈം പോയത് തന്നെ അറിഞ്ഞില്ല. പിന്നെ ഫുഡൊന്ന് പാർസൽ മേടിച്ചിട്ട് നമ്മൾ പിന്നെ പോയി. ഇതായിരുന്നു അവിടുത്തെ ലാസ്റ്റ് പ്രോഗ്രാം. ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. അന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഗ്രോസറീസ് ആ വീക്കിലേക്കുള്ളതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ളതൊക്കെയാണ് മേടിക്കാറ്. പിന്നെ അത്യാവശ്യം വേണ്ടത് തൊട്ടടുത്ത ഷോപ്സ് ഉണ്ട്, അവിടുന്ന് മേടിക്കും. ഇപ്പോൾ മിൽക്ക്, ബ്രെഡ് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞാൽ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കലുണ്ട്. അധിക ദിവസം ഈവനിങ് ആണ് സാധനങ്ങൾ മേടിക്കാൻ പോകാറ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ പോയതാണ്. സാധനങ്ങൾ മേടിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കോർണിഷ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മേടിച്ച്, കുറച്ചേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കോർണിഷ് പോയി. ഇപ്പോൾ ഇവിടെ നല്ല വെതറാണ്. തണുപ്പ് കുറച്ച് മാറി, പക്ഷേ ചൂടായിട്ടില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഈ ടൈമിൽ കുറേ പേരുണ്ടാവും വാക്കിങ്ങിനായിട്ടും. കുട്ടികളെ കൊണ്ട് വന്നവരൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വന്നതാണ്. കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ.
അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തമിഴ്നാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോയി. പിന്നെ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചില വീക്കെൻഡ്സ് ഉണ്ടാവാറ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.